നേരെ നമ്മുടെ സുലൈമാൻ സേട്ട് സാഹിബിൻ്റെ മകള് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് സേട്ട് സാഹിബിൻ്റെ മകള് എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് കേൾക്കാം. INL ഉണ്ടാക്കുകയും INL വേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ മുന്നോട്ട് വന്നിട്ടുള്ള സേട്ടു സാഹിബിൻ്റെ മകള് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് ഉള്ള എന്താണ് ഇവർ പറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം, അല്ലേ? കേൾക്കാം. ഇബ്രാഹിം സുലൈമാൻ സേട്ടിൻ്റെ മകളാണ്. അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങളുടെ നേതാവ് ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബിൻ്റെ മകൾ തസ്നീം ഇബ്രാഹിമാണ്. ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഫോട്ടോ ഉണ്ടല്ലോ, അത് തേഴ്സ്ഡേ 9th March 2023 ചെന്നൈയിൽ വെച്ച് എടുത്ത ഫോട്ടോ ആണ്. അന്ന് ചെന്നൈയിൽ IMLൻ്റെ 75th ആഘോഷങ്ങൾ നടക്കുകയായിരുന്നു. ഞാനും അതിൽ ചേരാൻ വേണ്ടി ചെന്നൈയിൽ പോയിരുന്നു. അവിടെ പലരും വന്ന് എൻ്റെ ഫോട്ടോ എടുത്തിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂരിൽ തിരിച്ചു വന്ന് ഒരു വീഡിയോ ഉണ്ടാക്കി. അതിൽ എല്ലാവരെയും ഞാൻ അറിയിച്ചു ഞാൻ IML നിന്നും രാജിവെക്കുകയാണെന്ന്. എന്നിട്ട് 2 രാജിക്കത്ത് തയ്യാറാക്കി. ഒരു രാജിക്കത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കൊടുത്തയച്ചു. ഒരു രാജിക്കത്ത് ഖാദർ മൊയ്തീൻ സാഹിബിനെ കൊടുത്തയച്ചു. അങ്ങനെ എൻ്റെ രാജി പൂർത്തിയായി. അത് കഴിഞ്ഞ് എൻ്റെ വാപ്പ തുടർന്ന ഇന്ത്യൻ നാഷണൽ ലീഗിൽ ഞാൻ ചേർന്നു. ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ തറക്കല്ലിൽ എൻ്റെ വാപ്പയുടെ കണ്ണീരുണ്ട്, ത്യാഗങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. ഒരു തെറ്റ് പറ്റിയാൽ ആ തെറ്റ് തിരുത്തല്ലേ വേണ്ടത്. വീണ്ടും വീണ്ടും ആ തെറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. ഞാൻ ഇൻഷാ അല്ലാഹ് ഇന്നും എന്നും ഇന്ത്യൻ നാഷണൽ ലീഗിൽ തന്നെ ഉണ്ടാകും. എല്ലാവരോടും പറയുകയാണ്, ഇന്ത്യൻ നാഷണൽ ലീഗിന് ശക്തിയാക്കാൻ വേണ്ടി എനിക്ക് നിങ്ങളെല്ലാവരുടെയും കൂട്ട് എനിക്ക് വേണം. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് ആൾക്കാർക്ക് എന്താണ് നേടാൻ പോകുന്നത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇന്ത്യൻ നാഷണൽ തന്നെ ഉറച്ചു നിൽക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.